ഹലോ മക്കളെ, CBSE +2 ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ അതികഠിനമായ റിവിഷനിലേക്ക് കടന്നിരിക്കുക എന്നറിയാം. ആദ്യത്തെ പരീക്ഷ നമ്മുടെ ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിൽ റിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇക്വേഷൻസ് കോൺസെപ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പരീക്ഷകളും സ്കൂളിൽ മോഡൽ എക്സാംസും ഒക്കെ ആയതുകൊണ്ട് ഓൾറെഡി നിങ്ങളിപ്പോൾ പഠിഞ്ഞു കാണും. പക്ഷേ ആ ഇക്വേഷനെ നിങ്ങൾ ആ കോൺസെപ്റ്റിനേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കീറി മുറിച്ച് അതിൻ്റെ വേരോടുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ആ ഇക്വേഷനിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നോക്കൂ, FM = നിങ്ങൾക്ക് അറിയാം Q × V × B. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. V വെലോസിറ്റിയിൽ, B മാഗ്നറ്റിക് ഫീൽഡിൽ, Q എന്ന് പറയുന്ന ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. ഓക്കെ, ഈ ഇക്വേഷൻ വെറുതെ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനൊന്നും പറ്റില്ല. ഇതിൽ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ പോയിൻ്റ് ഇത് ക്രോസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ FM എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണം. പിന്നെ ഈ വെലോസിറ്റിയും ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ദ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സർക്കുലർ മോഷൻ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ ആംഗിൾ 90 ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് 0. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു ചാർജിൽ ചെയ്യുന്ന വർക്ക് 0 ആണെങ്കിൽ, അപ്പോൾ ഇതൊക്കെ കോൺസെപ്റ്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്താണ്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഈ ഒരു ഇക്വേഷൻ ഇല്ലാത്ത ഒരു പേപ്പറും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡയറക്റ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റീസെൻ്റ്ലി ചോദിച്ചത് എനർജീനെ പറ്റിയാണ്. നിങ്ങൾ നോക്കൂ, ഈ മാഗ്നറ്റിക് ഫോഴ്സ് വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി 0 ആണ്. ദാറ്റ് ഈസ് എനർജി കോൺസ്റ്റൻ്റ് ആണ്. എടോ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. വർക്ക് എനർജി തിയറം. അപ്പോൾ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്ഷൻ മാറും. അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ഓരോ ഇക്വേഷൻസും അതിൻ്റെ വേരോടുകൂടി പഠിച്ച് മനസ്സിലാക്കി ഓർത്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.